എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. ഇന്നത്തെ ശ്ലോകങ്ങൾ 1, 2, 3. ശ്ലോകം 1 വായി. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വം ഇച്ഛാമി വേദിതും ത്യാഗസ്യ ഋഷികേശ പൃഥക് കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പൂജി. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, മഹാബാഹു, ഹേ മഹാബാഹു, ഋഷികേശ, ഋഷികേശ, കേശി നിഷൂദന, ഹേ കേശി നിഷൂദന, സന്യാസസ്യ, സന്യാസത്തിൻ്റെയും, ത്യാഗസ്യ ച, ത്യാഗത്തിൻ്റെയും, തത്വം, തത്വത്തെ, പൃഥക്, പ്രത്യേകം, വേദിതും, അറിയുവാൻ, ഇച്ഛാമി, ഞാൻ ഇച്ഛിക്കുന്നു. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഭാവാർത്ഥം യേശി ഭക്തിവേദാന്ത സ്വാമി പ്രഭുവാദിക്ക്. വാസ്തവത്തിൽ 17-ാം അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കുന്നു. മുൻ വിവരിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തമായ ഒരനുബന്ധമത്രേ 18-ാം അധ്യായം. ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത്യന്ത രഹസ്യമായ ജ്ഞാനമാർഗവും അതുതന്നെയാണെന്ന് ഈ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭക്തിഭരിതമായ സേവനത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. യോഗിനാമഭി സർവേഷാം എന്ന ആത്മാവിൽ തന്നെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് യോഗികളിൽ വെച്ച് ശ്രേഷ്ഠൻ എന്ന് പിന്നീടുള്ള അധ്യായങ്ങളിലൂടെ വിശുദ്ധമായ ഭക്തിയുത സേവനത്തിൻ്റെ സ്വഭാവവും പ്രവർത്തന രീതിയും വിശദീകരിക്കുകയാണ്. അതിനുശേഷമുള്ള 6 അധ്യായങ്ങളിൽ ജ്ഞാനം, ത്യാഗം, ഭൗതിക ആധ്യാത്മിക പ്രക്രിയകളുടെ പ്രവർത്തന രീതി, ഭക്തിയുത സേവനം എന്നിവ വിവരിക്കപ്പെടുന്നു. പരമപുരുഷനായ മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായ ഓം തത്സത്ത് എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വേണം സകല കർമ്മങ്ങളും ചെയ്യുവാൻ എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് 18-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ 18-ാം അധ്യായം അവസാനിക്കുന്നത് ഈ 3-ാം ഘട്ടം ഭക്തിയുടെ ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നുമല്ല ജീവിതത്തിൻ്റെ പരമോദ്ദേശമെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രങ്ങളുടെയും വേദാന്ത സൂത്രങ്ങളുടെയും പൂർവികാചാര്യന്മാരുടെ വാക്കുകളുടെയും പ്രാമാണികത ഈ സിദ്ധാന്തത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേദാന്ത
സൂത്രജ്ഞാനം തങ്ങളുടെ കുത്തകയാണെന്ന് കരുതുന്ന വ്യക്തിശൂന്യവാദികളുണ്ട്. വാസ്തവത്തിൽ വേദാന്ത സൂത്രം ഭക്തിപൂർവമായ സേവനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ളതാണ്. വേദാന്ത സൂത്രത്തിൻ്റെ രചയിതാവും ജ്ഞാതാവും ഭഗവാൻ തന്നെ. 15-ാം അധ്യായത്തിൽ ഇത് വെളിവാക്കിയിട്ടുണ്ട്. ഏത് ധാർമ്മിക ഗ്രന്ഥത്തിൻ്റെയും വേദത്തിൻ്റെയും ലക്ഷ്യം ഭക്തിയുത സേവനമാണ്. ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിലെ പോലെ 18-ാം അധ്യായത്തിലും ഈ ഉപദേശങ്ങളുടെ സംക്ഷേപ രൂപം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ത്യാഗവും ത്രിഗുണാതീതവുമായ ആധ്യാത്മികാവസ്ഥയിൽ എത്തിച്ചേരലുമാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 2 വ്യത്യസ്ത വിഷയങ്ങളായ ത്യാഗം, സന്യാസം ഇവയെക്കുറിച്ചറിയാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ 2 വാക്കുകളുടെ അർത്ഥം ചോദിക്കുകയാണ്. ഈ ശ്ലോകത്തിൽ കൃഷ്ണനെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഋഷികേശ, കേശി, നിഷൂദന എന്നീ 2 പേരുകൾ ശ്രദ്ധേയങ്ങളാണ്. ഋഷികേശൻ എന്നതിന് ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ് അർത്ഥം. ഇന്ദ്രിയാതീതനായ കൃഷ്ണന് മനഃശാന്തി നേടാനുള്ള യത്നത്തിൽ മനുഷ്യനെ സർവ്വദാ സഹായിക്കാൻ കഴിയും. തനിക്ക് സമനില കൈവരിക്കാനുതകുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും സംക്ഷിപ്തമായി പറഞ്ഞു തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. സംശയങ്ങളെ അസുരന്മാരോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ട് അർജുനൻ കൃഷ്ണനെ കേശി നിഷൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഭഗവാന്റെ കൈയാൽ കൊല്ലപ്പെട്ട അതിഭീകരമായ ഒരു അസുരനായിരുന്നു കേശി. ഇപ്പോൾ തൻ്റെ സംശയത്തെയും കേശിയെ എന്ന പോലെ ഭഗവാൻ നാമവിശേഷമാക്കുമെന്നാണ് അർജുനന്റെ പ്രതീക്ഷ. കൃഷ്ണ പൂജി. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച കാമ്യാനാം സന്യാസം കവയഃ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുഃ ത്യാഗം വിചക്ഷണഃ. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം രാഹുസ്ത്യാഗം വിചക്ഷണഃ. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം രാഹുസ്ത്യാഗം വിചക്ഷണഃ. ശ്രീ ഭഗവാനുവാച കർമ്മണാം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം രാഹുസ്ത്യാഗം വിചക്ഷണഃ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ പറഞ്ഞു, കാമ്യാനാം കാമ്യങ്ങളായ കർമ്മങ്ങളുടെ ന്യാസത്തെ ത്യാഗത്തെ സന്യാസമെന്ന് കവികൾ പണ്ഡിതന്മാർ വിദു അറിയുന്നു. വിചക്ഷണന്മാർ ജ്ഞാനികൾ സർവകർമ്മഫലത്യാഗം സർവകർമ്മങ്ങളുടെയും ഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിക്കുന്നതിനെ ത്യാഗമെന്ന് പ്രാഹു പറയുന്നു.
ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. ഭാവാർത്ഥം ഭക്തിവേദസ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഫലോദ്ദേശത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കും. ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. എന്നാൽ ആത്മീയ ഉത്കർഷത്തിനുതകുന്ന കർമ്മങ്ങൾ ത്യജിക്കാൻ പാടില്ല. അടുത്ത ശ്ലോകങ്ങളിൽ ഇതേ ആശയം വ്യക്തമാക്കുന്നുണ്ട്. വൈദിക സാഹിത്യങ്ങളിൽ ഓരോ കാര്യസിദ്ധിക്കും വേണ്ടിയുള്ള യജ്ഞാനുഷ്ഠാനങ്ങളെ വെവ്വേറെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സത്പുത്ര ലബ്ധിക്കും ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തിക്കുന്നതിനും ഉതകുന്ന സവിശേഷ യജ്ഞങ്ങളെ അവ നിർദ്ദേശിക്കുന്നു. എങ്കിലും അങ്ങനെ അഭീഷ്ട സിദ്ധികളെ മുൻനിർത്തിക്കൊണ്ടുള്ള യജ്ഞങ്ങളെ ഉപേക്ഷിക്കണം. ഹൃദയശുദ്ധിക്കും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടുന്നവ അനുഷ്ഠിക്കുകയും വേണം. ഹരേ കൃഷ്ണ. ശ്ലോകം 3. ത്യാജം ത്യാജം ദോഷവത് ഇതി കർമ്മ മനീഷിന യജ്ഞ ദാന തപ കർമ്മ ത്യാജം ഇതി ച അപരേ. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിനഃ. യജ്ഞദാന തപ കർമ്മ ന ത്യാജ്യമിതി ചാപരേ. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിനഃ. യജ്ഞദാന തപ കർമ്മ ന ത്യാജ്യമിതി ചാപരേ. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിനഃ. യജ്ഞദാന തപ കർമ്മ ന ത്യാജ്യമിതി ചാപരേ. ഹരേ കൃഷ്ണ പ്രഭു. ത്യാജം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണ യജ്ഞദാന തപ കർമ്മ ന ത്യാജമിതി ചാപരേ. പദവിച്ഛേദം. മനുഷ്യണ ചില മനുഷ്യകൾ, ചില വിദ്വാൻമാർ കർമ്മം ദോഷയുക്തം ഇത് എന്നറിഞ്ഞും ത്യാജമാണെന്ന് പ്രാഹുഹു പറയുന്നു. അവരെ അന്യവിദ്വാൻമാർ യജ്ഞദാന യജ്ഞം വയ്ക്കുള്ള കർമ്മം ന ത്യാജ്യമല്ല ഇതിച്ച എന്നും പറയുന്നു. വിവർത്തനം. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാവുമ്പോൾ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് മറ്റു ചില ഋഷികളും അഭിപ്രായപ്പെടുന്നു. ഭാവാർത്ഥം ഭക്തിവേദസ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജയ്ക്ക് ജയ്. വൈദിക ഗ്രന്ഥങ്ങളിൽ ചില കർമ്മങ്ങളെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഉദാഹരണത്തിന്, യജ്ഞത്തിലെ ജന്തുബലി നിർദ്ദിഷ്ടമാണെങ്കിലും ഏതു വിധത്തിലായാലും പ്രാണിഹിംസ നിന്ദ്യമാണെന്ന് ഊന്നി പറയുന്നവരുമുണ്ട്. യജ്ഞത്തിലെ ജന്തുഹിംസ വൈദിക ഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ജന്തു കൊല്ലപ്പെടുന്നതായി കരുതുന്നില്ല. ആ ജന്തുവിനെ ഒരു പുതിയ ജീവിതം കൊടുക്കുന്നതിനാണ് യജ്ഞം. ചിലപ്പോൾ ആ മൃഗത്തിന് ഒരു പുതിയ മൃഗജീവിതം നൽകപ്പെടുന്നു. അല്ലെങ്കിൽ ഉടനെ മനുഷ്യജന്മം ലഭിച്ചുമെന്നും വരാം. എന്നാലും ഇക്കാര്യത്തിൽ അഭിജ്ഞർക്ക് അഭിപ്രായ ഐക്യമില്ല. ചിലർ വാദിക്കുന്നു ജന്തുഹിംസ എപ്പോഴും ഉപേക്ഷിക്കണമെന്ന്. ഒരു പ്രത്യേക യജ്ഞത്തിന് അത് കൊള്ളാമെന്ന് മറ്റു ചില ഊന്നി പറയുന്നുമുണ്ട്.
യജ്ഞത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മിലിതം യേന തസ്मै ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോन् വൈഷ്ണവാंश्च ശ്രീരൂപം സഗ്രജാതം സാദരം രഘുനാഥാന്വിതം तं सजीवम् अद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां ललिता श्रीविशाखान्वितांश्च नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नमस्ते सारस्वती देवे ग्रन्थवाणी प्रचारिणे निर्विशेष शून्यवन्दे पाश्चात्यदेशतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नाम्नि श्रीवासभानवी देवी दैत्याय कृपाब्धये कृष्णसम्बन्धविज्ञानदायिनी प्रभवे नमः। माधुर्योज्ज्वलप्रेमाढ्या श्रीरूपानुगा भक्तिदा गौरकरुणाशक्तिविग्रहाय नमस्तुते। नमस्ते गौरवाणी श्रीमूर्तये दीनतारिणि रूपानुगा विरुद्धोगसिद्धान्तविहारिणि नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसम्बोधे पादाम्बुजयुगे नमः। नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय नित्यानन्दवराय गौराविर्भवभूमिस्त्वं निर्देष्ट सज्जनप्रिया वैष्णवसार्वभौमो श्रीजगन्नाथाय ते नमः। श्रीरूपा सनातना भट्ट रघुनाथ श्रीजीवा गोपाल भट्ट दास रघुनाथ देशाय गौशाय गौरी चरण बंद जहामोदविघ्नानाश अभीष्टपूर्ण वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनाम्ने नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशत्रुघ्नं। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। चेतां सुलभोपाङ्कुर्मम मन्दमतेर्गति मत्सर्वसुखदाम्बोजो राधामदनमोहन दिव्याद्वन्द्वारण्यकल्पद्रुमदा श्रीमद्रत्नधरसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो कृष्णानपि सेव्यमानो स्मरामि। श्रीमान् दासरसारं देवं श्रीवटत्तडस्तुतः हर्षं पूर्णं स्वनिर्गोपी गोपीनाथा श्रीस्मः। भक्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी शपालसुधे देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। अर्जुन उवाच सन्न्यासस्य महाबाहो तत्त्वमिच्छामि वेदितुं त्यागस्य च ऋषिकेश पृथक् केशिनिषूदन। അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശമെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഹരേ കൃഷ്ണ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരിയായിട്ട് എനിക്ക് പറയാൻ സാധിച്ചാൽ അതിൻ്റെ ശിക്ഷാഗുരുവിൻ്റെയും ശീലാപ്രഭുപാദിൻ്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കൃപ എന്നുകൊണ്ട് മാത്രമായിരിക്കും. ഹരേ കൃഷ്ണ. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും ആധാരബിന്ദുക്കളുടെ പ്രണാമം. അങ്ങനെ നമ്മൾ ഭഗവത്ഗീത യാത്ര 18-ാം അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് ഭഗവത്ഗീതയുടെ അവസാനത്തെ അധ്യായം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ 17-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അർജുനന് മതിയായിട്ടില്ല. അർജുനന് വീണ്ടും സംശയങ്ങൾ വരികയാണ്.
അതായത് ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ വീണ്ടും അർജുനന് ചെറിയൊരു സംശയം കൂടി ബാക്കി നിൽക്കുകയാണ്. അപ്പൊ അത് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. 18-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ അർജുനൻ ചോദിക്കുന്നത്? അതായത് മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. അതായത് ത്യാഗവും സന്യാസവും അത് രണ്ടും തമ്മിൽ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ത്യാഗം, എന്താണ് സന്യാസം, ഇത് അർജുനനെ വേർതിരിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അതാണ് അർജുനന്റെ സംശയം. ഇത് 3-ാം അധ്യായത്തില് നമുക്ക് ഭഗവാൻ പറഞ്ഞു. അതായത് ത്യാഗവും സന്യാസവും ഒക്കെ 3-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അർജുനന് വീണ്ടും അത് വേറൊരു ട്രാക്കിലൂടെ ചോദിക്കുകയാണ്. അതായത് അത് ഇനിയും എന്താണ്, കർമ്മയോഗമാണോ ജ്ഞാനയോഗമാണോ കൂടുതൽ നല്ലത്, ഇത് അർജുനന് ശരിയായി മനസ്സിലാക്കണം. അതിനുവേണ്ടി അർജുനൻ ഒന്നുകൂടി അത് എടുത്ത് ചോദിക്കുകയാണ്. ഇത് ത്യാഗമാണോ നല്ലത്, സന്യാസമാണോ നല്ലത്, കർമ്മയോഗം ചെയ്യുകയാണോ നല്ലത്, അതോ ജ്ഞാനയോഗം? അപ്പോൾ ഭഗവാൻ അതിനുവേണ്ടിയുള്ള മറുപടിയാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഈ അധ്യായത്തിൽ. ആദ്യമായിട്ട് നമുക്ക് ഈ അധ്യായത്തിന്റെ ബ്രേക്ക് ഡൗൺ കൃഷ്ണ. അതായത് 78, ഒരു വലിയ അധ്യായമാണ് 18-ാം അധ്യായം. 78 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അതിൽ 11 സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങള് അതായത് കർമ്മയോഗത്തിലെ അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങള് ജ്ഞാനയോഗത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ 19 മുതൽ 40 വരെയുള്ളത് യോഗ, അതായത് ഗുണങ്ങളാണ് എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് 19 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ. വീണ്ടും 41 മുതൽ 48 വരെ നിഷ്കാമ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം 49 മുതൽ 55 വരെ മോക്ഷം ഭക്തി, അതായത് കോൺഫിഡൻഷ്യൽ നോളേജ്, അതാണ് 55 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. 56 മുതൽ 60 വരെ വർക്കിംഗ് ഇൻ പ്യുവർ ഡിവോഷണൽ സർവീസ്, അതായത് ഭക്തി ഡിവോഷണൽ സർവീസ്, പ്യുവർ ഡിവോഷണൽ സർവീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം 61 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങൾ മോർ കോൺഫിഡൻസ്, അതായത് അതിനേക്കാൾ ഉയർന്ന ഭക്തിയുത സേവനം ഏറ്റവും ഉയർന്ന നിലയിൽ അതിനെക്കുറിച്ച് 61 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. 64 മുതൽ 66 വരെ ഹൗ ടു ബിക്കം എ പ്യുവർ ഡിവോട്ടി ഓഫ് കൃഷ്ണ, ഇനിയാണ് ഭഗവാന്റെ പരമഭക്തനാവുക, അതിനെക്കുറിച്ചാണ് 64 മുതൽ 66 വരെ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം 67 മുതൽ 69 വരെ പ്രീച്ചിങ് ആൻഡ് സ്റ്റഡി ഓഫ് ഭഗവത്ഗീത, അതായത് ഭഗവാനെ കുറിച്ച് പ്രീച്ച് ചെയ്യുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും ഉദ്ദേശം, അതാണ് 67 മുതൽ 69 വരെ ഉള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അതായത് ഭഗവത്ഗീത പഠിക്കുന്നത് എന്തിനാണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അത് പ്രീച്ച് ചെയ്യുന്നത്, ഭഗവാന് ഇഷ്ടമുള്ള കാര്യം ഏതാണ്, അത് ആ ശ്ലോകത്തിൽ വിശദമായി ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം 70 മുതൽ 73 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുന ഈസ് പ്രേംലി സറണ്ടർ കൃഷ്ണ, അതായത് അർജുനന് ഭഗവാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതായത് അർജുനന്റെ മോഹത്തിൽ നിന്ന് അർജുനൻ വിട്ട് അർജുനന്റെ ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടി. അതായത് തന്റെ പരമ സ്വരൂപം എന്താണ്, ആ സ്വരൂപ ജ്ഞാനം അർജുനന് കിട്ടി. അത് 70 മുതൽ 73 വരെയുള്ള ശ്ലോകങ്ങളിൽ മനസ്സിലാക്കി തരുന്നു. അതിനുശേഷം 74 മുതൽ 78 വരെ സഞ്ജയൻ, അതായത് സഞ്ജയന്റെ പ്രഡിക്ഷൻ ആണ് പറയുന്നത്. അതായത് സഞ്ജയൻ ധൃതരാഷ്ട്രയോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ, അർജുനന്റെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലുള്ള കാര്യങ്ങളെല്ലാം സഞ്ജയൻ അവിടെ ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയൻ ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ധൃതരാഷ്ട്രരോട് സഞ്ജയൻ ഇതിനെപ്പറ്റി ഈ കണ്ട കാര്യങ്ങളെല്ലാം കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവസാനം സഞ്ജയൻ എന്താണ് മനസ്സിലായത് അത് അവസാനം പറഞ്ഞു കൊടുക്കുന്നതാണ് 74 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങൾ. അങ്ങനെയാണ് ഈ അധ്യായത്തിന്റെ ബ്രേക്ക് ഡൗൺ. ഹരേ കൃഷ്ണ. അപ്പൊ അർജുനന്റെ സംശയം ത്യാഗം സന്യാസം. അപ്പൊ 17-ാം അധ്യായത്തില് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് അല്ലെ ഭക്തിയുത ഭഗവത് സേവനം, അതായത് ജ്ഞാനയോഗമാണ് ഇവിടെ ഭഗവാൻ 17-ാം അധ്യായത്തിലും, അതായത് കർമ്മയോഗം തുടങ്ങുന്ന 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളും, അത് കഴിഞ്ഞ് അതിനിടയിൽ 7-ാം അധ്യായം തുടങ്ങി 12-ാം അധ്യായം വരെ ഭക്തിയോഗം പറയുന്നു. അതിനുശേഷം 13 മുതൽ 18 വരെ, അതായത് 17 വരെ പൂർണ്ണമായിട്ടും ജ്ഞാനയോഗം, അതായത് 18-ാം അധ്യായത്തിലും ഉണ്ട്, പക്ഷെ ആ 17-ാം അധ്യായത്തിൽ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട് അർജുനന്. അപ്പൊ ജ്ഞാനയോഗം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഭക്തിയുത ഭഗവത് സേവനമാണ് ഏറ്റവും
ശ്രേഷ്ഠമായതെന്ന് ഭഗവാൻ സ്ഥാപിക്കുകയാണ്. അത് ഒന്നുകൂടി അർജുനന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ 18ാം അധ്യായത്തിൽ. അതായത് കർമ്മയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും ധ്യാനയോഗത്തിന്റെയും ഭക്തിയോഗത്തിന്റെയും എല്ലാം ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ 18ാം അധ്യായത്തില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനന്റെ സംശയമാണ് ആദ്യം ഭഗവാനോട് ചോദിക്കുന്നത്, ത്യാഗമാണോ സന്യാസമാണോ എന്നറിയാൻ. ഈ 1ാമത്തെ ശ്ലോകത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ 17ാം അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കുന്നു. മുൻ വിവരിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തമായ ഒരു അനുബന്ധമത്രേ 18ാം അധ്യായം. ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത്യന്ത രഹസ്യമായ ജ്ഞാനമാർഗവും അത് തന്നെയാണ് ഈ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭക്തിപരിതമായ സേവനത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. അതായത് 6ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകമാണ് യോഗിനാമപി സർവേഷാം മദ്ഗതയനന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോനാം സമേ യുക്തതമോ മതഃ. അതായത് ഏത് യോഗം എടുത്താലും അതിൽ എന്താണ് വേണ്ടത്? ഭഗവാന് ഭക്തിയാണ് വേണ്ടത്, ഭഗവാനോടുള്ള ഭക്തിയാണ് വേണ്ടതെന്ന് ഭഗവാൻ 6ാം അധ്യായത്തിലെ 47ാം ശ്ലോകത്തില് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഏത് ഭക്തി കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും ഏത് ചെയ്താലും ഭഗവാനോടുള്ള ഭക്തിയാണ് ഏറ്റവും ഉത്തമം. അതായത് അങ്ങനെ ആ ഭഗവാനോട് ഏറ്റവും പ്രേമപൂർവ്വം ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ യോഗി, അവനാണ് അത്യുത്തമൻ. ആ യോഗിയാണ് അത്യുത്തമൻ എന്ന് ഭഗവാൻ ഈ 6ാം അധ്യായത്തിലെ 47ാം ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഏത് ചെയ്യണമെങ്കിലും അതില് ഭക്തിക്കാണ് പ്രധാനം. എന്നെ സ്വാത്മാവിൽ തന്നെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് യോഗികളിൽ വെച്ച് ശ്രേഷ്ഠൻ എന്ന് പിന്നീടുള്ള 6 അധ്യായങ്ങളിലൂടെ വിശുദ്ധമായ ഭക്തിയുത സേവനത്തിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും വിശദീകരിക്കുകയാണ്. അതിനുശേഷമുള്ള 6 അധ്യായങ്ങളിൽ ജ്ഞാനം, ത്യാഗം, ഭൗതികാത്മിക പ്രകൃതികളുടെ പ്രവർത്തന രീതി, ഭക്തിയുത സേവനം എന്നിവ വിവരിക്കപ്പെടുന്നു. പരമപുരുഷനായ മഹാവിഷ്ണുവിന്റെ പ്രതീകമായ ഓം തത് സത് എന്നീ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വേണം സകല കർമ്മങ്ങളും ചെയ്യുവാൻ എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് 17ാം അധ്യായം അവസാനിക്കുന്നത്. 18ാം അധ്യായം ഒന്ന് തെറ്റായി അടിച്ചിരിക്കുകയാണ്. 17ാം അധ്യായം നമ്മളിപ്പോൾ കഴിഞ്ഞല്ലോ, നമുക്ക് മനസ്സിലായതാണ് ഓം തത് സത്. അത് ഏത് കാര്യങ്ങളും നമ്മൾ ഭഗവാൻ സത്കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് ഓം തത് സത് എന്ന് ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ആ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വേണം ചെയ്യുവാൻ. ഈ 3ാം ഖണ്ഡം ഭക്തിയുത ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നുമല്ല ജീവിതത്തിന്റെ പരമോദ്ദേശം എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രങ്ങളുടെയും വേദാന്ത സൂത്രങ്ങളുടെയും പൂർവിക ആചാര്യന്മാരുടെ വാക്കുകളുടെയും പ്രാമാണികത ഈ സിദ്ധാന്തത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേദാന്ത സൂത്രജ്ഞാനം തങ്ങളുടെ കുത്തകയാണെന്ന് കരുതുന്ന വ്യക്തിശൂന്യവാദികളുമുണ്ട്. വാസ്തവത്തിൽ വേദാന്ത സൂത്രം ഭക്തിപൂർവമായ സേവനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. വേദാന്ത സൂത്രത്തിൽ പറയുന്നത് ഭക്തിപൂർവമായ സേവനം എങ്ങനെ ചെയ്യണം എന്നതാണ് അതിൽ പഠിപ്പിക്കുന്നത്. വേദാന്ത സൂത്രത്തിന്റെ രചയിതാവും ജ്ഞാതാവും ഭഗവാൻ തന്നെ. നമ്മൾ 15ാം അധ്യായത്തിലെ 15ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വേദേശ്ച സർവൈർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹ്യം. അതായത് ഏത് വേദങ്ങളും ഉണ്ടാക്കിയതും ഭഗവാനാണ്, അതിൽ പഠിക്കേണ്ടതും അതിൽ ആരെക്കുറിച്ചാണ് അറിയേണ്ടത് അതും ഭഗവാനാണ്, എല്ലാം അറിഞ്ഞിരിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അത് എല്ലാം ഭഗവാനാണ്. വേദാന്തം സൃഷ്ടിച്ചതും അതിൽ ആരെക്കുറിച്ചാണ് അറിയേണ്ടത് അതും ഭഗവാനാണ്, എല്ലാം അറിഞ്ഞതും ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ഭഗവാനെയാണ് മനസ്സിലാക്കേണ്ടത്. ഏത് ധാർമ്മിക ഗ്രന്ഥത്തിന്റെയും വേദത്തിന്റെയും ലക്ഷ്യം ഭക്തിയുത സേവനമാണ്. ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. 2ാം അധ്യായത്തിലെ പോലെ 18ാം അധ്യായത്തിലും ഈ ഉപദേശങ്ങളുടെ സംക്ഷേപ രൂപം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ത്യാഗവും ത്രിഗുണാതീതവുമായ ആത്മീകാവസ്ഥയിൽ എത്തിച്ചേരലുമാണ് ജീവിതത്തിന്റെ ഉദ്ദേശമെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 2 വ്യത്യസ്ത വിഷയങ്ങളായ ത്യാഗം, സന്യാസം ഇവയെക്കുറിച്ചറിയാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ 2 വാക്കുകളുടെ അർത്ഥം ചോദിക്കുകയാണ്. അതായത് അർജുനൻ ഈ ശ്ലോകത്തിലെ 2 വാക്കുകളാണ് ഭഗവാനോട് ചോദിക്കുന്നത്. അതായത് ഭഗവാനെ 2 വാക്കുകൾ കൊണ്ട്, അതായത് ഋഷികേശ എന്ന വാക്കും കേശി നിഷൂദന. ഋഷികേശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നാഥനായ ഋഷികേശ, ഇന്ദ്രിയങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്. അതായത് അർജുനൻ ഇപ്പോൾ മനസ്സിന് ശാന്തി കിട്ടുന്നില്ല. അതായത് ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനന് ഒരു മനസ്സിന് ശാന്തി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ആ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ, ആ മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനെ അങ്ങനെ അഭിസംബോധന ചെയ്യണം. അതായത് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാന് മാത്രമേ ആ ഇന്ദ്രിയങ്ങളെ അടക്കി അർജുനന് മനസ്സിന് ശാന്തി കിട്ടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഋഷികേശ എന്ന് ഭഗവാനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം അർജുനന് ഈ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളെ അസുരരോടാണ് ഉപമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംശയങ്ങളെ തീർക്കാൻ, അതായത് കേശി എന്ന അസുരനെ ഭഗവാൻ വധിച്ചതുകൊണ്ട് ആ അസുര ഗുണത്തെ സംശയങ്ങളോട് ഉപമിച്ച് ആ സംശയങ്ങളാകുന്ന കേശിയെ, അർജുനന്റെ സംശയങ്ങളാകുന്ന കേശിയെ വധിക്കാൻ വേണ്ടിയാണ് അർജുനൻ ഭഗവാനെ കേശി നിഷൂദൻ, അതായത് കേശി എന്ന അസുരനെ വധിച്ചവനെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. കേശി എന്ന അസുരൻ വളരെ വലിയ ഭീമാകാരമായ വലിപ്പത്തോടു കൂടിയുള്ള ഒരു അസുരനായി. അതോടെ ആ കേശി നിഷൂദന എന്നും കേശവ എന്നും, അതായത് കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ട് ഭഗവാന് കേശവൻ എന്ന പേര് കൂടി ഉണ്ട്. അതായത് ആ കേശി എന്ന അസുരൻ, അതായത് ഒരു കുതിര, ആ കുതിരയെ വധിച്ചത് കൊണ്ട് കേശവ എന്ന പേരും ഭഗവാന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അസുരൻ എന്ന പദത്തോടാണ് ഈ സംശയങ്ങളെ ഇവിടെ അർജുനൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കേശി നിഷൂദന എന്ന് അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഭഗവാൻ മാത്രമേ ഈ അസുരമായ ഈ സംശയങ്ങളെ നിഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കേശി നിഷൂദന എന്നും അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യും. ഇതെല്ലാം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അർജുനനെ അറിയണം ഏതാണ് കർമ്മയോഗമാണോ ജ്ഞാനയോഗമാണോ ഏതാണ് ശ്രേഷ്ഠം, അതറിയാൻ വേണ്ടിയാണ് ഭഗവാൻ. അർജുനന്റെ മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനഃശാന്തി കിട്ടാൻ വേണ്ടി ഋഷികേശ, കേശി നിഷൂദന, ത്യാഗമാണോ സന്യാസമാണോ, ഇത് രണ്ടിന്റെയും വ്യത്യാസം എന്താണ്, ഇത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ കൃഷ്ണനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഋഷികേശ, കേശി നിഷൂദന എന്നീ രണ്ട് പേരുകൾ ശ്രദ്ധേയങ്ങളാണ്. ഋഷികേശൻ എന്നതിന് ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ് അർത്ഥം. ഇന്ദ്രിയാദിനാഥനായ കൃഷ്ണന് മനഃശാന്തി നേടാനുള്ള യത്നത്തിൽ മനുഷ്യനെ സർവ്വദാ സഹായിക്കാൻ കഴിയും. തനിക്ക് സമനില കൈവരിക്കാൻ ഉതകുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും സംക്ഷിപ്തമായി പറഞ്ഞു തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. സംശയങ്ങളെ അസുരന്മാരോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ട് അർജുനൻ കൃഷ്ണനെ കേശി നിഷൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഭഗവാന്റെ കയ്യാൽ കൊല്ലപ്പെട്ട അതിഭീകരനായ ഒരു അസുരനായിരുന്നു കേശി. ഇപ്പോൾ തന്റെ സംശയത്തെയും കേശിയെ എന്ന പോലെ ഭഗവാൻ നാമവിശേഷമാക്കുമെന്നാണ് അർജുനന്റെ പ്രതീക്ഷ. അതായത് ഭഗവാൻ ഈ സംശയങ്ങളെല്ലാം ഈ കേശിയെ എങ്ങനെ വധിച്ചോ അതുപോലെ അതെല്ലാം മാറ്റി അർജുനന് ശരിയായ അറിവ് നൽകുമെന്നാണ് അർജുനൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത ശ്ലോകം. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. സന്യാസം എന്നാൽ എന്താണ്? സന്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കുക, അതാണ് സന്യാസം. എന്നാൽ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യജിക്കുക. എന്താണ് ത്യജിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫലങ്ങളെയാണ് ത്യജിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? സന്യാസി ചെയ്യുന്നത്, അതായത് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ഉണ്ടല്ലേ, നമുക്ക് നിർദ്ദിഷ്ട കർമ്മങ്ങൾ, അതായത് നമ്മൾക്ക് നിർദ്ദിഷ്ട കർമ്മങ്ങളുണ്ട്, പിന്നെ കാമ്യകർമ്മങ്ങളുണ്ട്. നിർദ്ദിഷ്ട കർമ്മങ്ങൾ അതായത് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സന്യാസിമാർ ചെയ്യുന്നത് ആ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ചെയ്യും, ആ കാമ്യകർമ്മങ്ങളെ ചെയ്യുന്നില്ല. കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, അതായത് ഇപ്പോ സ്വർഗം കിട്ടാൻ ചെയ്യുന്ന ഓരോ യജ്ഞങ്ങള്, അങ്ങനെ ഓരോ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന ഓരോ യജ്ഞങ്ങള്, അങ്ങനത്തെ ഓരോ കർമ്മങ്ങൾ, അതെല്ലാം സന്യാസിമാര് ചെയ്യുന്നില്ല. എന്നാൽ ഈ ത്യാഗികളാവട്ടെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യും, അതായത് നിർദ്ദിഷ്ട കർമ്മങ്ങളും ചെയ്യും, കാമ്യകർമ്മങ്ങളും ചെയ്യും. പക്ഷെ ഇതിന്റെ എല്ലാ ഫലത്തെ അവരെ ആഗ്രഹിക്കുന്നില്ല, ആ ഫലത്തെ ത്യജിക്കുന്നു. അതാണ് ത്യാഗികൾ എന്ന് പറയുന്നത്. അതായത് കർമ്മങ്ങൾ, അതായത് ഒരു ജീവാത്മാവിനും കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ, ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാണ്ടിരിക്കാൻ സാധിക്കില്ല. പക്ഷെ ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗികൾ ചെയ്യുന്നത്. അതായത് നിർദ്ദിഷ്ട കർമ്മങ്ങളും ചെയ്യും, കാമ്യകർമ്മങ്ങളും ചെയ്യും, അതിന്റെ ഫലത്തെ അവര് ത്യജിക്കുന്നു. സന്യാസിമാർ ചെയ്യുന്നത് എന്താണ്? അതായത് അവര് നിർദ്ദിഷ്ട കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു, ബാക്കി കർമ്മങ്ങൾ അവര് ഉപേക്ഷിക്കുന്നു. അതാണ് സന്യാസിമാര് ചെയ്യുന്നത്. അതായത് 3-ാം അധ്യായത്തിലെ
5-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകുർ കാര്യതേ ഹെവശ കർമ്മ സർവ പ്രകൃതിജയ ഗുണ. അതായത് നമുക്ക് ത്രിഗുണങ്ങൾ, ഭൗതിക പ്രകൃതികൾ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. അതായത് ഒരു ജീവാത്മാവിനും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയില്ല. ആ കർമ്മങ്ങളെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ത്യാഗികൾ എന്താണ് ചെയ്യുന്നത്? ആ കർമ്മങ്ങളുടെ ഫലത്തെ ത്യജിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നുണ്ട് 4-ാം അധ്യായത്തില് 20-ാം ശ്ലോകത്തില്, തെക്വാ കർമ്മഫലാസംഗം നിത്യതൃപ്ത നിരാശ്രയ കർമ്മണ്യാഭിപ്രവൃത്തോപി നൈവ കിശ്ചിത് കരോതിസ. അതായത് തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനുമായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊന്നും ആ കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ചുള്ള ആസക്തി കൂടാതെ, ആ കർമ്മങ്ങളിലുള്ള ആ ഫലത്തെ ആസക്തി കൂടാതെ വേണം ചെയ്യാൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ത്യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങളിലുള്ള ആസക്തി. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു കർമ്മം ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലത്തിൽ നമുക്കറിയാം അതെന്താണ് ആ ഫലം കിട്ടുന്നതെന്ന് അറിയാമല്ലേ. അപ്പൊ ആ ഫലത്തെക്കുറിച്ചുള്ള ആസക്തി അത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആ ആസക്തി നമ്മൾ വിടണം. അതായത് ഇന്ദ്രിയങ്ങളിലുള്ള ആസക്തി, ആ ഫലത്തെ നമുക്ക് ആസ്വദിക്കാനുള്ള ആ ആസക്തി, അങ്ങനെ ആ ആസക്തി തോന്നുന്ന ആ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. അതായത് ആസക്തി കൂടാതെ കർമ്മം ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നതാണ് 4-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകത്തില് പറഞ്ഞു തരുന്നത്. സദാ സംതൃപ്തനായും സ്വതന്ത്രനുമായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്തു. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അതില് ആസക്തി ഇല്ല. അതാണ് സംഘം തെക്തം എന്ന് പറയുന്നത്. അതായത് ആ അതില് സംഘം ചെയ്യുന്നില്ല, ആ ആസക്തി വരുന്നില്ല. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫലോദ്ദേശത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കണം. ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. എന്നാൽ ആത്മീയോത്കർഷത്തിന് ഉതകുന്ന കർമ്മങ്ങൾ ത്യജിക്കാൻ പാടില്ല. അതായത് ആത്മീയ പുരോഗതിക്ക് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുകയും വേണം. പിന്നെ നമ്മൾ ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആസക്തി വിടണം. അടുത്ത ശ്ലോകങ്ങളിൽ ഇതേ ആശയം വ്യക്തമാക്കുന്നുണ്ട്. വൈദിക സാഹിത്യങ്ങളിൽ ഓരോ കാര്യസിദ്ധിക്കും വേണ്ടിയുള്ള യജ്ഞാനുഷ്ഠാനങ്ങളെ വെവ്വേറെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സത്പുത്ര ലബ്ധിക്കും ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തിക്കുന്നതിനും ഉതകുന്ന സവിശേഷ യജ്ഞങ്ങളെ അവ നിർദ്ദേശിക്കുന്നു. എങ്കിലും അങ്ങനെ അഭീഷ്ട സിദ്ധികളെ മുൻനിർത്തിക്കൊണ്ടുള്ള യജ്ഞങ്ങളെ ഉപേക്ഷിക്കണം. ഹൃദയശുദ്ധിക്കും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടുന്നവ അനുഷ്ഠിക്കുകയും വേണം. അതായത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധി, ഹൃദയശുദ്ധിയും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ നമ്മള് യജ്ഞങ്ങൾ ചെയ്യുമല്ലോ, ഓരോ സത്പുത്ര ലാഭം, അങ്ങനെ ഓരോരോ യജ്ഞങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഉപേക്ഷിക്കണം. അതൊക്കെയാണ് നമുക്ക് ആസക്തി വരുന്നത്. അത് ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. എപ്പോഴും ഭഗവത്ഗീത നമ്മൾ പറയുന്നത് ഫലോദ്ദേശത്തോടുള്ള കർമ്മങ്ങൾ ചെയ്യും. ഭഗവാൻ എപ്പോഴും പറയുന്നത് ഫലങ്ങൾ, നമ്മൾ ആ ഫലങ്ങളെ കാംക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ അതിന് പിന്നാലെ പോകും. നമ്മൾ അതിന്റെ തൃപ്തിയിൽപ്പെട്ട് നമ്മൾ വീണ്ടും ഈ ലോകത്തിൽ തന്നെ ജനിക്കേണ്ടി വരും. അതായത് നമുക്ക് ആസക്തി, നമ്മളെപ്പോഴും ഡിറ്റാച്ച്മെന്റ്, എല്ലാത്തിനോടും നമുക്ക് ഡിറ്റാച്ച്മെന്റ് വേണ്ടതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് അല്ലേ. ഓൺലി അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ, ബാക്കി എല്ലാത്തിനോടും നമ്മൾ ഡിറ്റാച്ച്മെന്റ് വേണം. എങ്കിൽ നമുക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മൾ അതുപോലെ വേണം ചെയ്യാൻ. ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാനെ സെന്ററിൽ നിർത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു മനസ്സോടെ വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഈ ആസക്തി നമുക്ക് വിടുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ അറ്റാച്ച്മെന്റിൽ നിന്ന് വിടാൻ കഴിയില്ല. അതായത് ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അതിൽ നിന്നുള്ള ഫലങ്ങളൊന്നും നമ്മളെ ഇവിടെ ബദ്ധനാക്കാൻ കഴിയില്ല. ആ കർമ്മങ്ങൾക്കൊന്നും നമ്മളിവിടെ ബദ്ധനാക്കാൻ കഴിയില്ല. നമ്മൾ അതിൽ നിന്നും എപ്പോഴും മുക്തനായിരിക്കും. അതായത് ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും മറ്റുള്ളവരുടെ ഇടയിലാണ് ജീവിക്കുന്നതെങ്കിലും അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കും. അതായത് കാഴ്ചയിൽ എല്ലാ കർമ്മങ്ങളും ഒരേപോലെ ആയിരിക്കുമെങ്കിലും ഈ ആസക്തി ഇല്ലാതെ ചെയ്യുന്ന കർമ്മം കൊണ്ട് മറ്റുള്ളവരെ പോലെ നമുക്ക് ബദ്ധാവസ്ഥ വന്നു ഭവിക്കുന്നില്ല. കാരണം നമ്മൾ അതെല്ലാം ത്യജിക്കുകയാണ്. അതായത് ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നത് കൊണ്ട്. 3-ാം ശ്ലോകത്തില് ഭഗവാൻ ഇതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മപ്രാഹുർ മനീഷിനഃ യജ്ഞദാന തപ കർമ്മ ത്യാജ്യമിതി ചാപരേ. ഇവിടെ ഭഗവാൻ 2-ാം ശ്ലോകത്തിൽ പറഞ്ഞത് കവയോ വിദുഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ.
അതായത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആരാണ്? കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹോ. ഈ സന്യാസികൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബുദ്ധിയുള്ളവര്, അതായത് കവയോ പണ്ഡിതന്മാര് ജ്ഞാനികളൊക്കെയാണ് ഇത് പറയുന്നത്. ഭഗവാൻ പറഞ്ഞു എന്നല്ല ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ് സന്യാസികൾ അവരുടെ കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിർദ്ദിഷ്ട കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. കവയോ അതായത് പണ്ഡിതന്മാരുടെ അഭിപ്രായം അങ്ങനെയാണ്. പിന്നെ എല്ലാ കർമ്മങ്ങളുടെയും ത്യാഗത്തെ ഉപേക്ഷിക്കുന്നതാണ് ത്യാഗികൾ ചെയ്യുന്നത് എന്നാണ് വിചക്ഷണാണ്. അതും ബുദ്ധിമാന്മാര് പറയുന്നതാണ്, ഭഗവാന്റെ അഭിപ്രായമല്ല. അതാണ് 2ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ അഭിപ്രായം അവിടെ വന്നിട്ടില്ല. ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് പണ്ഡിതന്മാരും ജ്ഞാനികളും ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ത്യാഗികളും സന്യാസികളും ചെയ്യുന്നത് ഈ വിധത്തിലാണ്. അത് കഴിഞ്ഞ് 3ാം ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകിയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. അതായത് വേദങ്ങളിൽ തന്നെ 2 തരം അഭിപ്രായങ്ങളുണ്ട്. അതായത് ഋഷിമാർക്ക് തന്നെ 2 തരം അഭിപ്രായമുണ്ട്. ഒരു കൂട്ടർ പറയുന്നു എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷങ്ങളാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരു കൂട്ടം ഋഷിമാർ പറയുന്നു അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല, യജ്ഞം, ദാനം, തപസ് ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല, കാരണം ഇത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. അങ്ങനെ 2 അഭിപ്രായം ഉണ്ടെന്ന് ഇതും ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വേദങ്ങളിൽ ഇങ്ങനെ 2 തരം അഭിപ്രായം ഋഷിമാർക്കിടയിലുണ്ട്, ഇതും അർജുനൻ അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പല കർമ്മങ്ങളെ കുറിച്ചും പല ഋഷിമാർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ യജ്ഞങ്ങളില് ജന്തുബലി ചെയ്യുന്നുണ്ട് അല്ലെ. ആ ജന്തുബലി ചെയ്യുന്നത് കൊണ്ട് ഒരു കൂട്ടം വൈദികര് അതിനെ എതിർക്കുന്നു, ഒരു കൂട്ടം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അതായത് ഒരു കൂട്ടർ പറയുന്നു ഹിംസ പാടില്ല എന്ന്, അതായത് ഒരിക്കലും ഒരു ജീവിയെയും നമ്മൾ ഹിംസിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം. എന്നാൽ വൈദിക ശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ആ ജന്തുബലി നടത്തുമ്പോൾ ആ മൃഗത്തിനെ ഹിംസിക്കുകയല്ല, പകരം ആ മൃഗത്തിന് അടുത്ത ജന്മം പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യജന്മം കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ആ യജ്ഞത്തിലൂടെ ബലിയർപ്പിക്കുമ്പോൾ കിട്ടുന്നത്. അതായത് ആ ബ്രാഹ്മണർ ചെയ്യുന്ന ആ യജ്ഞങ്ങളിൽ അത്രയും മന്ത്രങ്ങൾ ജപത്തോടെ, അതായത് അത്രയും പരിശുദ്ധിയോടെ വേണം ചെയ്യാൻ. ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആ ബ്രാഹ്മണര് അർപ്പിക്കുന്ന ആ മന്ത്രോച്ചാരണങ്ങളിലൂടെ ആ ജന്തുവിന് ഈ ബദ്ധാവസ്ഥയായ ഈ ലോകത്തിൽ നിന്ന് മുക്തി നേടാനായി പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യജന്മം കിട്ടുന്നു. അതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അതായത് ഹിംസ ചെയ്യുന്നതിന്റെ ദോഷഫലമല്ല കിട്ടുന്നത്, മറിച്ച് ആ ജന്തുവിന്, ആ ജീവിക്ക് ഒരു മനുഷ്യജന്മം ഉടനടി കിട്ടുകയും അതിലൂടെ ആ ജീവാത്മാവിനെ ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റു കൂട്ടർ പറയുന്നു അതൊരു ഹിംസയാണ്, അതുകൊണ്ട് അത് പാടെ ഉപേക്ഷിക്കണം. ഇങ്ങനെ 2 തരം അഭിപ്രായം വൈദിക ജ്ഞാനത്തിൽ നിന്നും ഓരോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഓരോ ഋഷിമാർക്കിടയിലുണ്ട് എന്ന ജ്ഞാനവും അർജുനന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. വൈദിക ഗ്രന്ഥങ്ങളിൽ പല കർമ്മങ്ങളെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഉദാഹരണത്തിന് യജ്ഞത്തിലെ ജന്തുബലി നിർദ്ദിഷ്ടമാണെങ്കിലും ഏതു വിധത്തിലായാലും പ്രാണിഹിംസ നിന്ദ്യമാണെന്ന് ഊന്നി പറയുന്നവരുണ്ട്. യജ്ഞത്തിലെ ജന്തുഹിംസ വൈദിക ഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ജന്തു കൊല്ലപ്പെടുന്നതായി കരുതുന്നില്ല. ആ ജന്തുവിന് ഒരു പുതിയ ജീവിതം കൊടുക്കുന്നതായുള്ളതാണ് യജ്ഞം. ചിലപ്പോൾ ആ മൃഗത്തിന് ഒരു പുതിയ മൃഗജീവിതം നൽകപ്പെടുന്നു, അല്ലെങ്കിൽ ഉടനെ മനുഷ്യജന്മം ലഭിച്ചെന്നും വരാം. എന്നാലും ഇക്കാര്യത്തിൽ അഭിജ്ഞർക്ക് അഭിപ്രായ ഐക്യമില്ല. ചിലർ വാദിക്കുന്നു ജന്തുഹിംസ എപ്പോഴും ഉപേക്ഷിക്കണമെന്ന്. ഒരു പ്രത്യേക യജ്ഞത്തിന് അത് കൊള്ളാമെന്ന് മറ്റു ചിലർ ഊന്നി പറയുന്നുമുണ്ട്. യജ്ഞത്തെക്കുറിച്ചുള്ള ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നു. അതായത് അർജുനന് ഈ സംശയം വന്നപ്പോൾ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വൈദിക ഗ്രന്ഥങ്ങളിൽ ഇത് 2ഉം പറയുന്നുണ്ട്. അതായത് ഇത് 2ഉം ഋഷിമാർക്കിടയിൽ ഇങ്ങനെ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ ശേഷം അർജുനന് വീണ്ടും സംശയം. അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കും, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടും ഭഗവാന്റെ അഭിപ്രായം അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെ. എന്താണ് ഈ ത്യാഗമെന്നോ എന്താണ് സന്യാസമെന്നോ ഭഗവാന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഭഗവാൻ എപ്പോഴും ഇങ്ങനെ വിചക്ഷണർ ഇങ്ങനെ പറയുന്നു, കവയോ ബുദ്ധിമാന്മാര്, ജ്ഞാനിമാര്, പണ്ഡിതന്മാര് അവരൊക്കെ ഇങ്ങനെ പറയുന്നു എന്നുള്ള ഈ അഭിപ്രായമാണ് ആദ്യം അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ഭഗവാന്റെ അഭിപ്രായം അടുത്ത ശ്ലോകത്തിൽ കൂടി ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാണ്. അത് ഭഗവാന്റെ അഭിപ്രായം എന്താണ്, ത്യാഗം എന്താണ്, ത്യാഗം എത്ര തരത്തിലുണ്ട്, അതെല്ലാം അടുത്ത ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനന് വിശദമായി പറഞ്ഞു കൊടുക്കും. അത് അടുത്ത ശ്ലോകത്തിലൂടെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക.
ഈ 3 ശ്ലോകങ്ങളിൽ ഇത്രയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് 17-ാം അധ്യായത്തിൽ നിർത്തി ഭക്തിയുത സേവനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് അർജുനന്റെ സംശയം വീണ്ടും 18-ാം അധ്യായത്തിൽ തുടങ്ങിയാണ്. ഈ 18-ാം അധ്യായത്തിൽ വിശദമായി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ത്യാഗം, ഇതെല്ലാം. അതായത് ഓരോ ഗുണത്തിന്റെയും, സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും വിശദമായി ഓരോ ശ്ലോകങ്ങളിലും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഈ അധ്യായത്തിലൂടെ നമുക്ക് വിശദമായി അടുത്ത ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ആ ജന്തുബലിയുടെ കാര്യം ഒന്നുകൂടി പറയണം കേട്ടോ. ജന്തുബലിയെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, അത് ചെയ്യണതിന്റെ ഗുണം ദോഷം അവർ പറഞ്ഞു. വൈദിക പ്രകാരം ജന്തുബലി ചെയ്യുകയാണെങ്കിൽ അതിന് മോക്ഷം കിട്ടും, ഒരു മനുഷ്യജന്മായിരിക്കും കിട്ടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെയ്യുന്നവരും ചെയ്യാത്തവരും പറ്റിയുള്ളവരൊന്നും പ്രഭു ഒന്ന് പറയണം കേട്ടോ. ഹരേ കൃഷ്ണ. സാഖ്യ യോഗം ചെയ്യുന്ന ആൾക്കാർ അവരൊരിക്കലും സമ്മതിക്കില്ല ജന്തുബലിയാണ്. അത് ദോഷം തന്നെയാണ്, ദോഷമായ കർമ്മം എങ്ങനെയാലും ഉപേക്ഷിക്കണമെന്ന്. പക്ഷേ അതല്ലാത്ത ആൾക്കാർ വേദങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിൽ ജന്തുബലി പറയുന്നുണ്ട്. അപ്പോൾ വേദങ്ങൾ പറഞ്ഞുകൊണ്ട് വേദങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള പാപഫലം കിട്ടില്ല എന്നാണ് പറയാം. അപ്പോൾ ജന്തുവിന് മനുഷ്യൻ കിട്ടാനുള്ള വേറെ വിഷയം. പക്ഷേ വേദങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്കത് ചെയ്യാം. കാരണം വേദങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് ദോഷഫലം ഉണ്ടാകില്ല. അതുകൊണ്ട് വേദങ്ങൾ നിഷ്കർഷിക്കുന്ന കർമ്മം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് മറ്റേ വാദം. മറ്റേ മനുഷ്യന് കിട്ടാന്നുള്ള വേറെ അഡീഷണൽ ആയിട്ട് പോയിന്റ് ആണ്. കാരണം നമ്മൾ വേദമാണ് 17-ാം അധ്യായത്തിലെ ബേസ് അതാണല്ലോ. വേദങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ചെയ്യാമെന്നാണ്. അപ്പോ വേദം അനുസരിച്ച് ജന്തുബലി ചെയ്യാമെന്നാണ് പറയുന്നത്. ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ അത് ഓരോ യുഗങ്ങളനുസരിച്ചും പറയും. മനുഷ്യന്മാർ ഈ പറഞ്ഞത് കലിയുഗമാകുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. സന്യാസവും അശ്വമേധവും ഗോമേധവും സമ്മതിക്കണം. ഇപ്പൊ ചെയ്യാവുന്ന കുറച്ച് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വേണം, അതിനുള്ള ഇത് വേണം, സാമഗ്രികൾ വേണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വധം മൃഗബലി എന്നുള്ള പ്രോത്സാഹിപ്പിക്കും. കലിയുഗത്തിൽ നിഷിദ്ധമാണ്. അഞ്ച് കാര്യം നിഷിദ്ധമാണ്. അതിലൊന്ന് ഗോവധം, പിന്നെ അശ്വവധം. ഹരേ കൃഷ്ണ. ഇതില് കുറച്ച് കാര്യങ്ങൾ, 5 കാര്യങ്ങൾ രാമാനുജാചാര്യ പറയുന്നുണ്ട്. പ്രീവിയസ് 2 ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16-ാം അധ്യായവും 17-ാം അധ്യായം. 16-ാം അധ്യായം അവസാനത്തിലാണ് 17-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സാക്രിഫൈസ്, ഓസ്റ്ററിറ്റീസ്, ഗിഫ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യജ്ഞ, ദാന, തപ. അത് 2 തരത്തിലും പ്രവർത്തിക്കുന്നു. ഒന്ന് നമുക്ക് പ്രോസ്പെരിറ്റി, സമ്പത്തുകൾ ഉണ്ടാക്കി തരുന്നു, ഒപ്പുലൻസ് ഉണ്ടാക്കി തരുന്നു. പിന്നെ ഫൈനൽ റിലീസ്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ സത്തിനെ പറ്റി പറഞ്ഞു. സത്ത് എന്നുള്ളതാണ് ചിലർക്ക് കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്യൂരിഫിക്കേഷൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നമുക്കെന്താണ് ഒരു സമൃദ്ധി ഉണ്ടാക്കി തരും. അതേസമയം തത്ത് എന്നുള്ളത് എന്താണ്? തത്ത് എന്നുള്ളത് ഫൈനൽ റിലീസ്, മോക്ഷം. അപ്പോൾ വേദങ്ങൾ പറഞ്ഞ ഏത് കാര്യമായാലും ശരി, അതേസമയത്ത് ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ദോഷം മാറ്റാനും അതിൻ്റെ ഫലപ്രാപ്തിക്കും വേണ്ടിയിട്ട് ഓം എന്ന് ഉപയോഗിക്കണം. കാരണം ഭഗവാനാണ് ഓം എന്ന് ഉദ്ദേശിക്കണം. ഓം ഇതി അക്ഷര ഏകാക്ഷര ബ്രഹ്മ വ്യാഹരൺ മം അനുസ്മരൺ എന്ന 8-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ ഓം എന്നുള്ള ഭഗവാന്റെ സൗണ്ട് ഇൻകാർണേഷൻ്റെ കണക്കാണ്.
അപ്പം ഓമിനാണ് പ്രാധാന്യം. അപ്പോൾ ഓം എന്ന് പറയണം നമ്മൾ ഏത് കാര്യത്തിൽ. ഇപ്പോൾ സത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. സത്ത് വെച്ചാൽ നമ്മളെ പ്രോസ്പെരിറ്റി, തത്ത് എന്നുള്ളത് മോക്ഷം. ഇത് രണ്ടും കാര്യസിദ്ധിക്ക് വേണമെങ്കിൽ ഓം എടുക്കണം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഓം തത് സത് എന്നുള്ളത് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസങ്ങൾ പറയും. എന്താണ് തത്വം സത്വം നമ്മൾ വ്യത്യാസമുണ്ട്. തത്വം എന്നുള്ളതാണ് കർമ്മയോഗികൾ ചെയ്യുന്നതാണ്. കർമ്മം ഫുഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരാണ് അത് തത്വം എന്നുള്ളത്. സത്വം എന്നുള്ളത് കാരണം അതിൽ പ്രോസ്പെരിറ്റി ഉണ്ട്. തത്വം എന്നുള്ളതാണ് ജ്ഞാനയോഗികൾ. ജ്ഞാനയോഗ മോക്ഷ ആവശ്യമുണ്ട്. അപ്പോൾ കർമ്മയോഗം ജ്ഞാനയോഗം, കർമ്മയോഗം സത്വം, ജ്ഞാനയോഗം എന്നുള്ളത് തത്വമായിട്ട് കണക്കാക്കണം. അപ്പോൾ ദ മീൻസ് ഓഫ് ലിബറേഷൻ ഈസ് ആക്ട്സ് ദാറ്റ് ആർ ഫ്രീ ഫ്രം ഡിസയർ ഫോർ ഫ്രൂട്ട്സ്. അപ്പോൾ കാമ്യകർമ്മങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതാണ് മോക്ഷത്തിൻ്റെ കവാടം. അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ സത്വഗുണം വർദ്ധിക്കണം. സത്വഗുണം വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ സത്വം കൂട്ടണമെങ്കിൽ സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഇത് 11-ാം അധ്യായത്തിൽ ശ്ലോകത്തിൽ പറയും. സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ സത്ത് വർദ്ധിക്കുള്ളൂ. സത്വഗുണം വർദ്ധിക്കുള്ളൂ. സത്വഗുണം വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലിബറേഷന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ രജോഗുണത്തിനും തമോഗുണത്തിനും ആൾക്കാർക്ക് എന്താണ്, അവർക്ക് കൂടുതൽ പ്രോസ്പെരിറ്റിയാണ് ആവശ്യം. അപ്പോൾ ആഹാരത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രാമാനുജന്റെ ഭാഷയിൽ അബ്നഗേഷൻ വെച്ചാൽ ത്യാഗം, റിനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ സന്യാസം. അപ്പോൾ ഇതിൽ എല്ലാ ആക്ഷനും ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുമ്പോൾ ഇത് ചെയ്യണമെങ്കിൽ the necessity of Sattva by an elaborate description of the effects of Sattva, Raja and Tamas. ഇതിൽ വരുമ്പോൾ 18-ാം അധ്യായത്തിൽ വീണ്ടും ഡിസ്കഷൻ വരും. 20-ാം ശ്ലോകം മുതൽ 39-ാം ശ്ലോകം വരെയുള്ള 20 ശ്ലോകങ്ങളിൽ വീണ്ടും രജോഗുണം സത്വഗുണം രജോഗുണം തമോ ഗുണം ഇതിൽ ഓരോ കാര്യങ്ങളുടെ നോളജ് മുതൽ ഡിറ്റർമിനേഷൻ വരെ എത്രയോ കാര്യങ്ങളുണ്ട്. അതിലെല്ലാം സത്വഗുണം രജോഗുണം തമോ ഗുണം ഇതിലെങ്ങനെയാണ് അതിന് ഡിസ്റ്റിങ്ഷൻ വരുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവസാനം കൊണ്ടെത്തിക്കുന്നത് ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് സുപ്രീമിനെ ടു അപ്രോപ്രിയേറ്റ് ദ സുപ്രീം, ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവസാനം അൾട്ടിമേറ്റ്ലി ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്ന ഭക്തിയോഗം തന്നെയാണ്. കർമ്മയോഗം ജ്ഞാനയോഗം തുറക്കം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം എത്തിക്കുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഭക്തിയോഗത്തിൽ കൂടെ മാത്രമേ കഴിയുള്ളൂ. അതാണ് അവസാനം ഭക്തിയോഗം തന്നെയാണ് സുപ്രീം എന്നുള്ളത് സ്ഥാപിക്കുകയാണ് 2-ാമത്തെ രീതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്ദകോടിയെ ജയ ശ്രീലാ പ്രഭുപാദ് കി ജയ.